Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്, 2.5 മീറ്റർ ഫാബ്രിക്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പിക്ചറൊന്നും വരച്ച് കാണിക്കുന്നൊന്നുമില്ല, കാരണം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പടം ഒന്നും നിങ്ങളെ വരച്ച് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ ചെറിയ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വരുന്നത്, കണ്ടോ? അപ്പോൾ ഇതിനകത്തുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ബാക്കി ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡ്സ് എടുത്തിരിക്കുന്നത് 12 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ചെയ്യുന്നത് ബുള്ളിയൻ റോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പെറ്റൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പെട്ടിൽ ചെയ്യാം. അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 6 പ്രാവശ്യമൊക്കെ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പെട്ടിൽ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് അടുപ്പിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം. രണ്ട് പെട്ടിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് വേണം നമ്മൾ നീഡിൽ ത്രെഡും കൂടി എടുക്കാനായിട്ട്. ആ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ ത്രെഡ് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു 12 ടൈംസ് നമുക്ക് ചുറ്റി കൊടുക്കാം. 12 10 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പെട്ടിലല്ലേ, അതിൻ്റെ ഒരു സെൻറ്ററിൽ കൂടി വേണം അടുത്ത പെട്ടിൽ കൊണ്ടുവരാനായിട്ട്.
അപ്പോൾ ഇതാ നമ്മളുടെ ബുള്ളിയൻ റോസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കിനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബുള്ളിയൻ റോസ് ചെയ്ത ഭാഗം വെച്ചിട്ട് ബാക്കിയുള്ള ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ള് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ ഒരു 6 strandsലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ചെറിയ ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ അത് കാരണം ഒരു 6 strandsലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ ഫ്രഞ്ച് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ത്രെഡ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴോ ഒട്ടും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ വേണം ചെയ്യാനായിട്ട്, എങ്കിലും നമ്മുടെ ആ ഒരു ഡിസൈൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അടുപ്പിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കാരണം ഇവിടെ വേറെ ത്രെഡ്സും കാര്യങ്ങളും എന്താ പറയുക ബീഡ്സും ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 2 ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ത്രെഡ് വെച്ചിട്ട് ഫുള്ള് നമ്മൾ ഒട്ടും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, ഇതുപോലെ ബുള്ളിയൻ റോസ് ഇങ്ങനെ വന്നിട്ട് ഫുള്ള് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ.